ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ഏഞ്ചൽ ടെറോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ. അപ്പോൾ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നതായിരിക്കും. പിന്നെ കോള് ചെയ്യണ്ട, മെസ്സേജ് ചെയ്താൽ മതി, വോയിസ് മെസ്സേജ് ചെയ്താൽ മതി, കോള് ചെയ്യണ്ട. പേഴ്സണൽ റീഡിങ്ങിന് പേയ്മെൻ്റ് ഉണ്ട്, ഫ്രീ റീഡിംഗ് അല്ല കൊടുക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ഈ വ്യക്തി നിങ്ങൾക്ക് മുന്നിൽ മറച്ചു വെച്ച പല രഹസ്യങ്ങളും ഈ വ്യക്തി വെട്ടി തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ഈ വ്യക്തിയുടെ അടുത്ത തീരുമാനം ഇതാ. അപ്പോൾ ഈ പേഴ്സൻ്റെയും നിങ്ങൾക്കും ഇടയിൽ, ഈ വ്യക്തിക്കും നിങ്ങൾക്കും ഇടയിൽ പലതരത്തിലുള്ള കാര്യങ്ങളും നടന്നിട്ടുണ്ട്. അപ്പോൾ അത് ചിലതൊക്കെ രഹസ്യമായിട്ട് കിടക്കുകയാണ്. കംപ്ലീറ്റ്ലി നമ്മൾ പറയില്ലേ, ഫോൾഡ് ചെയ്ത് കിടക്കുകയാണ്, അൺഫോൾഡ് ആവാതെ കിടക്കുകയാണ്, ചുരുളഴിയാതെ കിടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതെന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ കംപ്ലീറ്റ് എനർജിയാണ് നമ്മൾ ഇന്നിവിടെ നോക്കാനായിട്ട് പോകുന്നത്. ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, കുറച്ച് ലവ് മെസ്സേജസും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. സോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന എന്താണെന്ന് വെച്ചാൽ, ഇവിടെ നിങ്ങളായിട്ട് നല്ല രീതിയിൽ തന്നെ ഈ പേഴ്സൺ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. മീൻസ് അങ്ങനെ ആയിരുന്നു പാസ്റ്റ് എനർജി. തുടക്കം മുതൽ തൊട്ട് തന്നെ മേ ബി നിങ്ങളെ ഈ വ്യക്തിക്ക് വലിയ കാര്യമായിരുന്നു. നിങ്ങളുടെ ആ ഒരു ക്യാരക്ടർ, സ്വഭാവം, ചിരി, അല്ലെങ്കിൽ സംസാരം, നിങ്ങളുടെ വിനയം, നിങ്ങൾ ഈ വ്യക്തിയെ കാണുന്ന രീതി, അതുപോലെ ഈ വ്യക്തിയോടുള്ള നിങ്ങളുടെ സ്നേഹം. കാരണം നിങ്ങൾ ഒരിക്കലും ഈ പേഴ്സണെ സ്നേഹിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് ഒരു കാര്യം കണ്ടിട്ടല്ല, കംപ്ലീറ്റ്ലി ആർട്ടിഫിഷ്യലേ അല്ല. നിങ്ങളുടെ സ്നേഹം എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു പരിശുദ്ധമായിട്ടുള്ളൊരു സ്നേഹമായിരുന്നു. ഒരുപക്ഷെ ഈ വ്യക്തിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോൾ പോലും നിങ്ങൾ സ്നേഹിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ഒരുപക്ഷെ ഈ വ്യക്തിയെ സഹായിച്ചിട്ടുണ്ടാകണം. അങ്ങനെ യാതൊരു പരിമിതികളും ഇല്ലാതെ, ഉപാധികളില്ലാതെ, ഓക്കെ, യാതൊരു കണ്ടീഷൻസും ഇല്ലാതെ വളരെ മനസ്സ് തുറന്ന്, യാതൊരു തരത്തിലും ബുദ്ധിമുട്ടില്ലാതെ, ആരെയും ബുദ്ധിമുട്ടിക്കാതെ സ്നേഹിച്ച ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങളുടെ എനർജി എനിക്കിവിടെ കിട്ടുന്നത്. പക്ഷെ ഇവിടെ എന്താന്ന് വെച്ചാൽ, ഈ പേഴ്സൺ എന്ന് പറയുന്നത്, ഈ പേഴ്സണ് കുറച്ചധികം ബുദ്ധിമുട്ടുകളുണ്ട് ഈ പേഴ്സന്റെ റിയൽ ലൈഫിൽ. അതായത് യഥാർത്ഥ ജീവിതത്തിൽ ഈ പേഴ്സൺ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് എന്നുള്ളതാണ് കാണിക്കുന്നത്. ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും, അതുപോലെ ഈ പേഴ്സന്റെ ലൈഫിൽ ഈ വ്യക്തിക്ക് ഒരുപാട് കഴിവുകളൊക്കെ ഉണ്ടായിട്ട് പോലും ഒരുപക്ഷെ അതൊന്നും പുറത്തെടുക്കാനാകാതെ, അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കണം, അല്ലെങ്കിൽ ജീവിച്ചു വന്ന രീതി കൊണ്ടായിരിക്കണം, വളർന്നു വന്ന സാഹചര്യം, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, എന്തുകൊണ്ടോ ഈ വ്യക്തിയുടെ ഒരു പരിപൂർണമായിട്ടുള്ള ആ ഒരു കഴിവിലേക്ക് എത്തിച്ചേരാനോ, ഈ വ്യക്തിക്ക് നന്നായിട്ട് പഠിക്കാനോ, ഒരുപക്ഷെ ഇനിയിപ്പോൾ നന്നായിട്ട് പഠിച്ചെങ്കിലും നല്ലൊരു ജോലിയിലൊക്കെ എത്തിച്ചേരാനൊന്നും സാധിച്ചില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. അത് പാപങ്ങൾ കിടക്കുന്നുണ്ട്, അത് മുജ്ജന്മ പാപം ആ ഒരു ലെവലിലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ എല്ലാം കൊണ്ടും ഈ പേഴ്സൺ ഒതുങ്ങിപ്പോയി എന്നുള്ളതാണ് കാണിക്കുന്നത്. മേ ബി ഹെൽത്ത് ഇഷ്യൂസ്, എക്സെട്ര എക്സെട്ര, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എന്താണ്, ഈ വ്യക്തിക്ക് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പ്, നിങ്ങളായിട്ടുള്ള ഈ ഒരു കൂട്ടുകെട്ട്, ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടും സമാധാനമായിരുന്നു. ഓക്കെ, എന്തുകൊണ്ടും സമാധാനമായിരുന്നു. ഈ വ്യക്തിയുടെ മനസ്സ് നിറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. മനസ്സ് നിറഞ്ഞാണ് ഈ പേഴ്സൺ നിങ്ങളുടെ കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. പക്ഷേ സാഹചര്യങ്ങൾ എന്തുകൊണ്ടോ കംപ്ലീറ്റ്ലി എതിരായിരുന്നു. അതായത് റൈറ്റ് പേഴ്സൺ അറ്റ് ദ റോങ് ടൈം എന്ന് നമ്മൾ പറയില്ലേ, കറക്റ്റ് ആയിട്ടുള്ള പേഴ്സൺ, ശരിയായിട്ടുള്ള വ്യക്തി, എന്നാൽ ചീത്ത സമയത്ത് വന്നു ശരിയായിട്ടുള്ള വ്യക്തി. അതായിരുന്നു നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം ഈ പേഴ്സൺ നല്ലതായിരുന്നു, ബട്ട് റോങ് സിറ്റുവേഷൻ. സോ അങ്ങനെ വന്നപ്പോൾ ഈ പേഴ്സണ് നിങ്ങളായിട്ടുള്ള ഈ ഒരു കണക്ഷൻ കണ്ടിന്യൂ ചെയ്യാൻ പറ്റാതെ വന്നു. സോ അതിലൂടെ എന്താ ലഭിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പേഴ്സണ് വേറെ പലവരുമായിട്ടും മേ ബി ഒരുമിച്ച് എന്തെങ്കിലും ബിസിനസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം, ഒരുമിച്ച് ജോലിയോ അല്ലെങ്കിൽ അബ്രോഡ് പോകാനോ എക്സെട്ര എക്സെട്ര, എന്തൊക്കെയോ കാര്യങ്ങൾ ഒരുമിച്ച് വേറെ എന്തൊക്കെയോ ആൾക്കാരൊക്കെ ആയിട്ടൊക്കെ ഈ പേഴ്സണ് ചെയ്യേണ്ടി വന്നു. സോ അതിൽ നിന്നും ഈ വ്യക്തിക്ക് വളരെയധികം എന്താണ്, എന്തെങ്കിലും ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ട് അതിര് കടന്നു പോയിട്ടുള്ള എന്തൊക്കെയോ
ഫ്രണ്ട്ഷിപ്പ് സംഭവിച്ചതായിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കണക്ഷൻ വന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് ഈ പേഴ്സണെ പലവരും പെടുത്തിയതായിട്ടും കാണിക്കുന്നുണ്ട്. ഓക്കെ, പെടുത്തിക്കളഞ്ഞതായിട്ടും കാണിക്കുന്നുണ്ട്. പക്ഷെ അത് ഈ പേഴ്സന്റെ സിറ്റുവേഷൻ പ്രകാരം അല്ലെങ്കിൽ ഈ പേഴ്സണ് ആ ഒരു അപ്പോഴത്തെ ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ അപ്പോഴത്തെ സിറ്റുവേഷൻ, മേ ബി ഈ വ്യക്തിക്ക് മറ്റാരോടെങ്കിലും പൈസ കടം ചോദിക്കേണ്ടി വന്നിട്ടുണ്ടാകാം. അത് ഈ പേഴ്സന്റെ സിറ്റുവേഷന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എന്താണ്, ഈ പേഴ്സൺ അത് മറ്റുള്ളവരുടെ ഇതിൽ കീഴ്പ്പെടേണ്ടി വന്ന സാഹചര്യമായിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ വ്യക്തി വേറെ കല്യാണം കഴിച്ചിട്ടുണ്ടാകാം. നിങ്ങളായിട്ട് ഒന്നിക്കാൻ പറ്റാതെ ഈ പേഴ്സൺ ഒരുപക്ഷെ ഇപ്പൊ ആരുടെ കൂടെയാണ് ഈ പേഴ്സൺ നിന്നിരുന്നത്, ഒരുപക്ഷെ അവരുടെ അടിമയെ പോലെ നിന്ന് ചിലപ്പോൾ മേ ബി അവരെ കല്യാണം കഴിക്കേണ്ടി വന്നിട്ടുണ്ടാകാം. അല്ലെങ്കിൽ അവരെ ഇപ്പോൾ ഇനിയിപ്പോൾ കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ പോലും അവരെ ഈ പേഴ്സന്റെ ലൈഫിൽ നിന്നും എടുത്തു മാറ്റാൻ പറയാത്ത രീതിയിലേക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് വന്നിട്ടുണ്ടാകണം. കാരണം അൺഎക്സ്പെക്റ്റഡ് വിസിറ്റേഴ്സ് ആണ്, ക്ഷണിക്കപ്പെടാത്ത അതിഥികൾ. അത് തീർത്തും നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ രണ്ടായി കീറി മുറിച്ചു എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളുടെ രണ്ടുപേരുടെയും ഈ ഒരു റിലേഷൻഷിപ്പിൽ വലിയ തോതിലുള്ള വലിയ രീതിയിലുള്ള വിള്ളലുകൾ സംഭവിക്കുകയും ഇവിടെ ഈ പേഴ്സന്റെ മുന്നിൽ രണ്ട് ഓപ്ഷൻ ആയിട്ട് വരികയും വന്നു. ഫസ്റ്റ് ഓപ്ഷൻ നിങ്ങളും, സെക്കൻഡ് ഓപ്ഷൻ ഈ വന്നിരിക്കുന്ന തേർഡ് പാർട്ടിയും. അപ്പോൾ ഈ പേഴ്സൺ തന്നെ ഈ പേഴ്സന്റെ മനസ്സുകൊണ്ട് പറയുന്നുണ്ട് അത് ഗതികേട് കൊണ്ട് പറ്റിപ്പോയതാണ് എന്നുള്ള രീതിയിലും ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, മേ ബി ഈ ഒരു തേർഡ് പാർട്ടി കാരണം ഈ പേഴ്സന് കരിയർ പരമായിട്ട് ഉയർച്ച കിട്ടിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ബെനിഫിറ്റ്സ് എന്തെങ്കിലും ഗുണങ്ങൾ കിട്ടിയിട്ടുണ്ടാകാം. സോ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ ഒരു വേള അല്ലെങ്കിൽ ഒരു നിമിഷം ഈ വ്യക്തി ആ ഒരു പേഴ്സണിലേക്ക് ആ പേഴ്സന്റെ ഇതിലേക്ക് മാറിപ്പോയി, അല്ലെങ്കിൽ ആ പേഴ്സണിലേക്ക് തിരിഞ്ഞുപോയി എന്നാണ് കാണിക്കുന്നത്, വീണുപോയി എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അതിന് ഈ പേഴ്സണ് വിഷമുണ്ടോ എന്ന് ചോദിച്ചാൽ യെസ്, വിഷമുണ്ട്, പശ്ചാത്താപമുണ്ട്. കാരണം ആദ്യമൊക്കെ ഈ പേഴ്സൺ അത് വലിയ മൈൻഡ് ചെയ്തില്ല. കാരണം ഈ വ്യക്തിയുടേതായിട്ടുള്ള പേഴ്സണൽ കാര്യങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ അതിലേക്കാണ് ഈ പേഴ്സൺ കോൺസെൻട്രേഷൻ കൊടുത്തിരുന്നത്. പക്ഷെ ഇപ്പോൾ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പേഴ്സൺ റിയൽ ലൈഫിലേക്ക് വന്നപ്പോൾ ആക്ച്വലി നിങ്ങളെ മിസ് ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ നിങ്ങളുടെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാൻ തുടങ്ങി. മേ ബി ആ ഒരു തേർഡ് പാർട്ടി എന്ന് പറയുന്നത് ഡിമാൻഡബിൾ ആയിരിക്കാം, അതായത് ഡിമാൻഡ് ചെയ്യുന്ന ഒരു എനർജി ആയിട്ട് കാണിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ അത് ഒത്തുപോകാനായിട്ട് പറ്റുന്നില്ല, ഒരു ആർട്ടിഫിഷ്യാലിറ്റി ഫീൽ ചെയ്യുന്നു. പക്ഷെ നിങ്ങളായിട്ടുള്ള കണക്ഷൻ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു എനർജി ആയിട്ടാണ് കാണിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിപ്പെടണം എന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഈ വ്യക്തി ചെയ്ത് കൂട്ടിയ കാര്യങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് മാപ്പ് പറയണമെന്ന് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഈ വ്യക്തിക്ക് അറിയാം നിങ്ങളോട് ചെയ്തതൊന്നും ശരിയായിട്ടുള്ള കാര്യമല്ല എന്നുള്ളത്. ഒരുപക്ഷെ ഈ വ്യക്തിയുടെ ഫ്രണ്ട്സ് പോലും ഈ വ്യക്തിയെ ഓർമ്മിപ്പിക്കുന്നുണ്ടാകാം നിങ്ങളുടെ കാര്യം. ഓക്കെ, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. യെസ്, ഐ വാണ്ട് ടു കോൾ യു ആൻഡ് ഹിയർ യുവർ വോയിസ്. അപ്പൊ നിങ്ങളായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ നടത്തണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. യെസ്, എസ്കേപ്പ് ഐ ലെഫ്റ്റ് വെൻ തിങ്സ് ഗോട്ട് ഹാർഡ്. യെസ്, കുറച്ച് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഈ പേഴ്സൺ നിങ്ങളെ വേണ്ട എന്ന് വെച്ചു. അത് ഈ പേഴ്സണ് നല്ലോണം അറിയാം. അത് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട് മനസ്സുകൊണ്ട്. ഐ എം അഫ്രൈഡ് ഇറ്റ്സ് ലേറ്റ് ടു ടേക്ക് ആക്ഷൻ എന്നാണ്. അതായത് നിങ്ങളുടെ അടുത്തേക്ക് വരണം, നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം എന്നുള്ളത് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇനിയും വൈകിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ചിലപ്പോൾ നിങ്ങളെ നഷ്ടപ്പെട്ടു പോകും. ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ഈ ഒരു തേർഡ് പാർട്ടി ആയിട്ട് ഈ പേഴ്സൺ കൂടെ ജീവിക്കേണ്ടി വരും. നിങ്ങളെ ഈ വ്യക്തിക്ക് നഷ്ടപ്പെടും എന്നുള്ള ചിന്തയും ഈ വ്യക്തിയെ അലട്ടുന്നുണ്ട്. ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് വൈഡ് ഓപ്പൺ ആണ്. അതായത് തുറന്ന് സംസാരിക്കാനും ഒരു കമ്മ്യൂണിക്കേഷനും ഒക്കെ ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഈ വ്യക്തി മനസ്സിൽ മറച്ചു വെച്ചിട്ടുള്ള പല രഹസ്യങ്ങളും ഭൂരിഭാഗം നമ്മൾ ഇന്ന് റീഡ് ചെയ്തത് തന്നെയാണ്. സോ അതാണ് ഈ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് തുറന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇതാണ് ഈ പേഴ്സന്റെ എനർജി. സോ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമന്റ് ചെയ്യുക. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബൈ.